ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. എന്തായാലും ലോക്കപ്പിൽ കിടക്കുന്ന ഗുണ്ടയുണ്ടല്ലോ, അവൻ സത്യങ്ങളൊക്കെ വിളിച്ച് പറയും എന്നിങ്ങനെ പ്രതാപൻ ദീപക്കിനോട് പറയുവാണ്. അവനെക്കൊണ്ട് സത്യങ്ങളൊക്കെ പറയിക്കാൻ കഴിവുള്ള ആൾക്കാരുടെ ഫോഴ്സിലുണ്ട്. അത് നീ എന്തുകൊണ്ട് മറക്കണ്ട കേട്ടോടാ. അപ്പോൾ പെട്ടെന്ന് അംബിക പറയോ, പ്രതാപ, യാമിനിയുടെ മാനസിക നില അത്ര ശരിയല്ല, അതുകൊണ്ട് ഇവിടെ വെച്ച് ഈ കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. എന്തായാലും നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ സത്യങ്ങളൊക്കെ പുറത്താവും, അത് ഉറപ്പാ എന്നിങ്ങനെ പ്രതാപൻ വീണ്ടും പറയുവാണ്. അത് കേട്ട് അംബികയും ദീപക്കും ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുവാണ്. യാമിനിയാണെങ്കിൽ അംബികയെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അംബികയും യാമിനിയെ തന്നെ നോക്കുവാണ്. അപ്പോൾ രാജു പ്രതാപനോട് പറയുന്നത്, സാർ എന്നാ ഞങ്ങൾ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് അവർ പോകാനിരുമ്പോൾ പ്രതാപൻ പറയുന്നത്, രാജു എന്തായാലും ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ ചെന്ന് പറയണ്ട, വേണുവേട്ടനും രാധമ്മയും വിഷമിക്കും. ഇല്ല സാർ, പറയില്ല എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ്. അങ്ങനെ രാജുവും ഹൃദയയും പോയപ്പോൾ പ്രതാപൻ്റെ മുറിയിലോട്ടും ശേഖരനും യാമിനി അവരുടെ മുറിയിലോട്ടും പോവുകയാണ്. ദീപക്കും അംബിക ഇങ്ങനെ ടെൻഷനോടെ അവിടെ നിൽക്കുവാണ്. അപ്പോൾ സരസ്വതിയമ്മ വന്നിട്ട് യാമിനിയോട് ചോദിക്കുന്നു, എന്താ യാമിനി അവിടെ ഒരു ചർച്ച? അതെ, രാജുവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത ഗുണ്ടയെ പോലീസ് പിടിച്ചു. ദീപക്കിന് ഇനി അതിൽ വല്ല പങ്കുണ്ടോ എന്ന് പ്രതാപേട്ടൻ അവനെ ചോദ്യം ചെയ്യുമായിരുന്നു. ഇതിൻ്റെ പിന്നിൽ എന്തായാലും ആ അമ്മയും മകനും തന്നെയാണ് എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം എന്ന് യാമിനി പറയുന്നുണ്ട് സരസ്വതി അമ്മയോട്. അപ്പോൾ ദീപക്കും അംബികയും അങ്ങോട്ട് വരുന്നുണ്ട്. സരസ്വതി അമ്മയും യാമിനിയും കൂടെ സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് അവർ പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു പോവുകയാണ്. സരസ്വതി അമ്മ ഇത് കണ്ടിട്ട്, അവിടെ നിന്നേ ഒന്ന് ഇങ്ങോട്ട് വന്നേടി, വല്ല കടുവയോ പുലിയോ വല്ലോ ആണോ നിന്നെ പിടിച്ചു തിന്നാൻ നീ പേടിച്ചങ്ങ് പോകുന്നു? അയ്യോ അതല്ലമ്മേ, അമ്മയും യാമിനിയും കൂടെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളുടെ പ്രൈവസിയിൽ ഞാനെന്തിനാ വരുന്നത് അത് ഓർത്തിട്ട. ഓ സാമാന്യ മര്യാദ, എന്തായാലും നീ ഇങ്ങോട്ട് വാ എന്നിങ്ങനെ സരസ്വതി അമ്മ അംബികയെ വിളിക്കുവാണ്. അംബിക അപ്പോൾ സരസ്വതി അമ്മയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. ദീപക് അവിടെ തന്നെ നിൽക്കുവാണ്. അത് കണ്ടിട്ട് സരസ്വതി അമ്മ ചോദിക്കുക, നീ എന്താടാ കള്ളനെ പോലെ അവിടെ പതുങ്ങി നിൽക്കുന്നത്, ഇങ്ങോട്ട് വാടാ. ദീപക് ദേഷ്യത്തോടെ സരസ്വതി അമ്മയോട് പറയാ, എനിക്ക് വരാൻ സമ്മതമല്ല. അപ്പോഴേ, ആഹാ അങ്ങനായോ, നിനക്ക് സമ്മതമല്ലെങ്കിൽ നീ ഇപ്പോൾ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിക്കോണം, നിന്റെ സകല സാധനം എടുത്ത് ഇവിടുന്ന് ഇനി കണ്ടുപോകരുത്, നീ ഇവിടുന്ന് ഇറങ്ങിക്കോണം എന്ന് പറയുമ്പോൾ അംബികയാകെ ഇങ്ങനെ വിറച്ച് നിൽക്കുവാണ്. അമ്മയെ ക്ഷമിച്ച് കളയമ്മേ, അവൻ എന്തെങ്കിലും വിവരദോഷം പറഞ്ഞെന്ന് കരുതി അമ്മയെ അതങ്ങ് ക്ഷമിക്കമ്മേ, അവൻ കൊച്ചുകുട്ടിയല്ലേ. കൊച്ചുകുട്ടിയോ? ഒരു കൊച്ചിൻ്റെ അച്ഛനാണോ ഇവനാണോ കൊച്ചുകുട്ടി? എനിക്ക് ഈ യൂസ്ലെസ്സിനോടൊന്നും ക്ഷമിക്കേണ്ട കാര്യമില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇവൻ അവൻ്റെ കൊച്ചിനെയും അതിൻ്റെ തള്ളയും കൊന്നു കളഞ്ഞു കാണും. അംബിക പെട്ടെന്ന് ദേഷ്യമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എടാ, നീ അമ്മ വിളിച്ചത് കേട്ടില്ലേടാ, എടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാടാ എന്നൊക്കെ അംബിക വിളിക്കുമ്പോൾ ദീപക് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ സരസ്വതിയമ്മ പറയാം, നിൻ്റെയും നിൻ്റെ അമ്മയുടെയും സ്വഭാവം ഉണ്ടല്ലോ, അതെനിക്ക് നന്നായിട്ട് വ്യക്തമായിട്ടറിയാം. ഈ നിൽക്കുന്ന നിൻ്റെ അമ്മയുണ്ടല്ലോ, ഇവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് ആരും പറഞ്ഞു തരേണ്ടതില്ല. ഇവിടെ ചരിത്രങ്ങളൊക്കെ ഞാൻ പറയണോ? അല്ലെങ്കിൽ വേണ്ട, അവൾ തന്നെ പറഞ്ഞു തരും. ഇപ്പോൾ പക്ഷെ ഞാൻ വിളിച്ചത് ഇതൊന്നും പറയാനല്ല. എൻ്റെ കൊച്ചുമോൻ രാജുവിന് നേരെയുള്ള ഗുണ്ടാക്രമണവും എന്നെ കൊല്ലാനുള്ള ശ്രമം നടത്തിയതും അതെല്ലാം ആരാണെന്നുള്ളത് പോലീസ് തെളിയിക്കും. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാ ഉള്ളതെന്ന് വെച്ചാൽ അവരെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അഴി എണ്ണിക്കുന്നതൊക്കെ വേറെ, പക്ഷേ അതിനു മുമ്പ് വേറെ ചിലത് കൂടെ നടക്കും എന്നൊക്കെ അമ്മയോടും മോനോടും പറഞ്ഞിട്ട് സരസ്വതി അമ്മ അകത്തോട്ട് പോവാണ്. യാമിനി അവിടെ നിന്ന് അമ്മയും മോനെയും ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് യാമിനിയും അകത്തോട്ട് കയറി പോവാണ്. അംബികയും ദീപക്കും ആകെ ടെൻഷനിൽ നിൽക്കുക. ഇനി ലോക്കപ്പിൽ കിടക്കുന്ന സജി സത്യങ്ങളൊക്കെ വിളിച്ച് പറയുമോ, എന്താവും ഇനി നടക്കാൻ പോകുന്നത്, ഇവിടെ നടിച്ചിറക്കുവോ എന്നൊക്കെ പേടിച്ചിങ്ങനെ അമ്മയും മോനും അവിടെ നിൽക്കുവാണ്. ഈ സമയം രാജുവും ഹൃദയയും കൂടെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. ബൈക്കിൽ ഇങ്ങനെ ഹൃദയ രാജുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹൃദയയ്ക്ക് ഭയങ്കര സങ്കടവും പേടിയുണ്ട്. ഹൃദയ രാജുവിനോട് പറയുന്നു, രാജു വണ്ടി എവിടെയെങ്കിലും ഒന്ന് ഒതുക്കാവോ? അതിനെന്താ മേഡം, ഒതുക്കാവല്ലോ എന്ന് പറഞ്ഞ് ഒരിടത്ത് വന്ന് ഒരു വണ്ടി നിർത്തുവാണ്. അങ്ങനെ രാജുവും ഹൃദയയും കൂടെ ബീച്ചിൻ്റെ സൈഡിലാണ് വന്ന് നിൽക്കുന്നത്. ഹൃദയ ഇങ്ങനെ രാജുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അത് കണ്ട് രാജു ചോദിക്കും, എന്താ മേഡം, എനിക്കിപ്പോഴും പേടി അങ്ങോട്ട് മാറിയിട്ടില്ല രാജു. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് നേരമായില്ലേ മേഡം, എന്നാലും എൻ്റെ മനസ്സിലെ ആ കിടുകിടുപ്പ് അങ്ങോട്ട് മാറുന്നില്ല രാജു. മേഡം എന്തിനാ വിഷമിക്കുന്നത്? മേഡത്തിന് എന്താ പേടിയാണ്? അതേ രാജു, രാജുവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ രാജുവിന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല രാജു എന്ന് പറയുമ്പോൾ രാജു ചോദിക്കുക, എന്താ മേഡം ഇത്? രാജു ഇല്ലാത്ത ലോകത്ത് ഞാൻ കാണില്ല, ഞാൻ മരിച്ചു കളയും രാജു. അത് കേട്ട് രാജു പെട്ടെന്ന് ഹൃദയയുടെ കയ്യിലോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, മേഡം പേടിക്കാതെ, ഞാൻ എന്നും മേഡത്തിനോടൊപ്പം ഉണ്ടാവും. എന്നെ ആരും ഒന്നും ചെയ്യില്ല മേഡം, ഞാനുള്ള ലോകത്ത് മേഡവും ഉണ്ടാവും, ഞാൻ എന്നും എൻ്റെ മേഡത്തിനോടൊപ്പം ഉണ്ടാവും എന്നിങ്ങനെ രാജു പറയുമ്പോൾ രാജുവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണു നിറഞ്ഞ് നിൽക്കുവാണ് ഹൃദയ. ഹൃദയ ഇങ്ങനെ നോക്കിയിട്ട് രാജു മനസ്സിൽ പറയാം, ഞാൻ എന്തിനാ മേഡത്തിൻ്റെ അമ്മയെ അന്വേഷിക്കുന്നത് മേഡം അറിഞ്ഞാൽ
മേഡം ഷോക്കാവും. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഒന്നും പറയണ്ട എന്നിങ്ങനെ രാജു മനസ്സിൽ വിചാരിക്കുക. ഈ സമയം രാധമ്മയും പ്രിയയും കൊച്ചമ്മണിയും ജയനും എല്ലാം കൂടെ ഇങ്ങനെ വാതക്കലിരിക്കുവാണ്. രാജുവിനെയും ഹൃതികയും കാണാത്ത വിഷമത്തിലാണ് രാധമ്മ. ഈ പിള്ളേരെ എന്താ ഇതുവരെയും കാണാത്തത് എന്നിങ്ങനെ രാധമ്മ ചോദിക്കുമ്പോൾ കൊച്ചമ്മണി പറയും, പിള്ളേരെയോ? അതിനെൻ്റെ പേരക്കുട്ടി അങ്ങ് ഹോസ്റ്റലിലല്ലേ രാധമ്മേ? അപ്പോൾ പ്രിയ പറയാ, എൻ്റെ അമ്മ കൊച്ചുങ്ങളെന്ന് പറഞ്ഞതേ ഞങ്ങളെ 3 പേരെയാ. ഇപ്പോൾ ദാണ്ടെ ഋതുമോളും ഉണ്ട്. അയ്യോ, നിങ്ങൾ 3 മക്കളെയാണോ ഈ പറഞ്ഞത്? നിങ്ങൾ 3 ഇള്ളക്കുഞ്ഞുങ്ങളല്ലയോ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ട് കൊച്ചമ്മണി. അമ്മേ ദാണ്ടെ നിങ്ങൾക്ക് മോനോട് വാത്സല്യം ഇല്ലെന്ന് കരുതിയേ രാധമ്മ അങ്ങനെയല്ല. അവർക്ക് അവരുടെ മക്കളോട് സ്നേഹമാണ്. നിങ്ങൾ നിങ്ങളുടെ തിരുവേർ ഒഴിഞ്ഞെന്നേ ഉള്ളു തന്നെ. പക്ഷേ അവരങ്ങനല്ല, നൊന്ത് പ്രസവിക്കുമായിരുന്നു. അതാ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എടാ ജയ, അതിനെ ഇവർ പൊന്നുപോലെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത്. നീ അങ്ങനാണോ? നീ അമ്മയ്ക്കിട്ട് വേല വെക്കാൻ നടക്കുമല്ലേ? അതാടാ നീയും ഇവരും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നീ എന്നെ കൂടെ ചീത്ത വിളിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നീ ഒന്ന് ഓർത്തോ, നീ വീട് പണിയുന്ന പറമ്പേ എൻ്റെ പേരിലാണ് കിടക്കുന്നത്. അത് നീ മറക്കണ്ട. ഈ അമ്മയും മോനും തമ്മിൽ വഴക്കിടുന്നൊന്നും രാധമ്മ ശ്രദ്ധിക്കുന്നില്ല. രാധമ്മ ഇങ്ങനെ റോളിലോട്ട് നോക്കിയിരിക്കുവാണ്. ഇതുങ്ങൾ രണ്ടും ഇത് എവിടെ പോയതാ? കാണുന്നില്ലല്ലോ. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കേട്ട് കൊച്ചമ്മണി പറയാം, എൻ്റെ പൊന്നു രാധമ്മേ, അവർ ഈയിടെ കല്യാണം കഴിച്ച കുട്ടികളല്ലേ, ഹണിമൂണിനോ പോയില്ല. അവരെവിടെങ്കിലുമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരട്ടെ. കേട്ടോ രാധമ്മേ, ഞാൻ കല്യാണം കഴിച്ച സമയത്തെ ഹണിമൂണെന്ന് പറയുന്നൊരു കാര്യമേ ഇല്ലായിരുന്നു. വിരുന്നായിരുന്നു. ബന്ധുവീടുകളിലൊക്കെ വിരുന്നിന് പോകണം. ഈ സമയത്ത് രാജുവും ഹൃതിയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. രാജു ഹൃതിയോട് പറയുന്നു, മേഡം ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊന്നും ഇവിടെ പറയരുത്, മുഖത്തൊരു ഭാവവ്യത്യാസം ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്നെങ്കിലും ഹൃതിയുടെ മുഖത്ത് നല്ല സങ്കടമുണ്ട്. അവളത് മറയ്ക്കാനായിട്ട് ഇങ്ങനെ പാടുപെടുവാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി രാജു ഹൃതിയെയും കൊണ്ട് രാധമ്മയുടെയൊക്കെ മുന്നിലോട്ട് വരുവാണ്. രാധമ്മ പെട്ടെന്ന് എഴുന്നേറ്റ് ചോദിക്കുന്നു, എന്താ മക്കളെ നിങ്ങൾ ഇത്രയും താമസിച്ചത് എന്ന് രാധമ്മ ചോദിക്കുമ്പോൾ ഹൃതിക പറയുക, അത് രാധമ്മ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറിയായിരുന്നു. കുറച്ച് താമസിച്ചെങ്കിലും മക്കൾ വന്നല്ലോ എന്ന സന്തോഷത്തിലിങ്ങനെ രാധമ്മ നിൽക്കുക. അപ്പോൾ രാജു മേഡം വാ എന്നും പറഞ്ഞുകൊണ്ട് ഹൃതിയെ വിളിച്ചുകൊണ്ട് റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ജയൻ പ്രിയോട് പറയുന്നു, എടി പ്രിയെ, എനിക്കൊരു ചായ വേണം. അത് കണ്ടുകൊണ്ട് കൊച്ചമ്മണി പറയും, പോയി എടുത്ത് കൊടുക്കടി ചായ. ഇവൻ നിൻ്റെ ഭർത്താവ്, അവനിപ്പോൾ കളക്ടർ ഉദ്യോഗസ്ഥനാ, കളക്ടർ. അങ്ങനെ പ്രിയയും കൊച്ചമ്മണി അങ്ങ് അകത്തോട്ട് കയറി പോവാണ്. ജയൻ അവിടെ ഇരുന്നുകൊണ്ട് ആലോചിക്കുന്നു, ഇവർ പോയ കാര്യം എന്താണെന്ന് എനിക്കറിയാം, പക്ഷേ ഇപ്പം ചോദിക്കണ്ട, ചോദിച്ചാൽ പിടിക്കപ്പെടും. റൂമിലോട്ട് വന്ന രാജു ഹൃതിയയ്ക്ക് ജഗന്നാഥൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുവാണ്. ആ സമയത്ത് മോനെയെന്ന് വിളിച്ചുകൊണ്ട് വേണുവേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട്. എടാ മോനെ, എൻ്റെ ഫോണിലോട്ട് കുറച്ച് മുമ്പ് ആരോ വിളിച്ചിരുന്നു, പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. അതെന്താ അച്ഛാ? അച്ഛനെ തിരിച്ച് വിളിച്ചു വിടായിരുന്നു. ഞാൻ തിരിച്ച് വിളിക്കാൻ നോക്കിയപ്പോൾ അതിൽ പൈസ ഇല്ല. അതിനെന്താ, അച്ഛൻ്റെ നമ്പർ ഞാൻ ചാർജ് ചെയ്ത് തരാം എന്നിങ്ങനെ ഹൃതിക പറയുന്നു. രാജു പറയുക, അച്ഛനെ വിളിച്ച നമ്പർ ഇങ്ങോട്ട് കാണിക്ക്, എൻ്റെ ഫോണിൽ കൂടെ അച്ഛൻ എന്നിട്ട് വിളിക്ക് എന്ന് പറഞ്ഞ് രാജു ആ നമ്പർ എടുത്ത് കോൾ ചെയ്യുവാണ്. ജഗന്നാഥൻ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജുവിൻ്റെ ആ ഫോൺ വരുന്നത്. രാജുവിൻ്റെ ഫോൺ അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ട് ജഗന്നാഥൻ ചോദിക്കുന്നു, ഹലോ ആരാ എന്ന് പറയുമ്പോൾ രാജു പറയുന്നു, കുറച്ച് മുമ്പ് ഈ നമ്പറിൽ നിന്ന് എൻ്റെ അച്ഛൻ്റെ ഫോണിലോട്ട് ഒരു കോൾ വന്നിരുന്നു, ആരാന്നറിയാനാ. അപ്പോൾ ജഗന്നാഥൻ ചോദിക്കുന്നു, വേണുവിൻ്റെ മകനാണോ? അതെ എന്നിങ്ങനെ രാജു പറയുവാണ്. വേണു അടുത്തുണ്ടെങ്കിൽ വേണുവിനൊന്ന് ഫോൺ കൊടുക്കാവോ എന്നിങ്ങനെ ജഗന്നാഥൻ പറയുമ്പോൾ രാജു പറയുന്നുണ്ട്, ഇവിടെ അടുത്ത് തന്നെയുണ്ട് അച്ഛൻ, അച്ഛന് കൊടുക്കാം ഫോൺ എന്നും പറഞ്ഞ് രാജു ഫോൺ വേണുവേട്ടൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാണ്. വേണുവേട്ടൻ എങ്ങനെ ഫോൺ വാങ്ങി ഹലോ ഒക്കെ പറയുന്നുണ്ട്. ജഗന്നാഥൻ വിളിച്ചിട്ട് പറയുന്നു, എടോ വേണു, ഇത് ഞാനാടോ ജഗന്നാഥൻ എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് വേണുവേട്ടൻ അങ്ങ് ഞെട്ടി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. അടുത്ത് രാജുവും ഹൃതികയും ഉണ്ടല്ലോ, അത് പേടിച്ചിട്ടാണ് മിണ്ടാതെ നിൽക്കുന്നത്. രാജുവും ഹൃതികയും വേണുവേട്ടനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. വേണുവേട്ടൻ്റെ മുഖത്തൊരു പരിങ്ങലൊക്കെ കാണുന്നുണ്ട്. വേണുവേട്ടൻ ഹലോ ഹലോ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് രാജുവിനോട് പറയുന്നു, അയ്യോ ഫോൺ അങ്ങ് കട്ടായി പോയി മോനെ. ഈ സമയം ജഗന്നാഥനും വേണുവേട്ടനെ വിളിക്കാൻ ട്രൈ ചെയ്യുവാണ്. കിട്ടുന്നില്ല, ഫോൺ കട്ടാക്കി കളഞ്ഞല്ലോ. അയ്യോ ഫോൺ കട്ടായി പോയല്ലോ, ഇവിടെ ആണെങ്കിൽ റേഞ്ചും ഇല്ല, ഈ ഫോൺ ഇത്രയൊക്കെ ഉള്ളു എന്നും പറഞ്ഞ് ജഗന്നാഥൻ ഇങ്ങനെ ഇരിക്കുവാണ്. രാജു കയ്യിലിരിക്കുന്ന ഫോട്ടോ ഇങ്ങനെ മറച്ചു പിടിക്കുന്നുണ്ട്. വേണുവേട്ടൻ അത് കണ്ട് അതെന്താ എന്ന് ചോദിക്കുമ്പോൾ വേണുവേട്ടനെ രാജു ആ ഫോട്ടോ കാണിക്കുക. അപ്പോൾ ഇത് ആരാണെന്ന് അച്ഛൻ അറിയാവോ? ഇത് ജഗന്നാഥനല്ലേ എന്നിങ്ങനെ വേണുവേട്ടൻ പറയുന്നു. അപ്പോൾ രാജു ചോദിക്കുന്നു, ഇയാളിപ്പോൾ എവിടെ ഉണ്ടെന്ന് അച്ഛൻ അറിയാവോ? എനിക്കറിയില്ല എന്ന് മാത്രം പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ വേണുവേട്ടൻ അങ്ങ് നടന്നു പോവുക. ഇതിലെന്തോ പന്തികേടുണ്ടല്ലോ എന്നിങ്ങനെ രാജുവും ഹൃതിയെ നോക്കിങ്ങനെ നിൽക്കുവാണ്. ഈ സമയം യാമിനി പ്രതാപനും ശേഖരൻ അംബികയ്ക്കും ദീപക്കിനും ഒക്കെ ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുവാണ്. യാമിനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അംബികയെ നോക്കുന്നുണ്ട്.
അംബികയും അവളെ ഇങ്ങനെ നോക്കുന്നുണ്ട്. കുറച്ച് ധൈര്യമുള്ളതുപോലൊക്കെ യാമിനി ഇങ്ങനെ ഭാവിക്കുന്നുണ്ട്. പക്ഷെ അംബികയുടെ ആ ദേഷ്യത്തോടുള്ള കണ്ണും നോട്ടമൊക്കെ കാണുമ്പോൾ യാമിനി ശേഖറിന് വെള്ളം കുടിക്കാൻ ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ അത് ഗ്ലാസ്സിൽ വീഴാതെ ശേഖറിന്റെ ദേഹത്തോട്ടാണ് വീഴുന്നത്. അയ്യോ എന്താ യാമിനി എന്നിങ്ങനെ ശേഖരൻ ചോദിക്കുവാണ്. എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുമുണ്ട്. എന്നിട്ട് യാമിനി അംബികയ്ക്ക് ഭക്ഷണം വിളമ്പുന്നുണ്ട്. എന്നിട്ട് കറി ആ ടേബിളിലോട്ട് ചേർത്താണ് ഒഴിക്കുന്നത്. അത് കണ്ടിട്ട് അംബിക ദേഷ്യത്തോടെ ചോദിക്കുന്നത്, നീ ഭക്ഷണം വിളമ്പുന്നത് പ്ലേറ്റിലാണോ അതോ ടേബിളിലാണോ? മനുഷ്യരല്ലേ, ചിലപ്പോൾ ചില അബദ്ധങ്ങളൊക്കെ വന്നേക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് യാമിനി. അപ്പോൾ പ്രതാപൻ പറയുന്നു, യാമിനിക്ക് എന്തോ ടെൻഷനുണ്ടല്ലോ. എന്താ ശേഖര, പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ചേട്ടാ, നേരത്തെ ഡിപ്രഷനുള്ള ആളാണല്ലോ. അംബിക എന്നിട്ട് ചോദിക്കുന്നു, ഈ കറികളൊക്കെ ഉണ്ടാക്കിയത് യാമിനിയാണോ അതോ സെർവൻ്റാണോ? യാമിനി പറയുന്നു, ഈ കറികളൊക്കെ ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. ഇതാണെങ്കിൽ ഉപ്പ് കൊണ്ട് കഴിച്ചു വിരിക്കുന്ന, എരി കൊണ്ടാണെ വായിലോട്ട് തൊടാനും പറ്റുന്നില്ല. പ്രതാപേട്ടനും ശേഖരേട്ടനും കഴിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് മാത്രം എന്താ എത്ര ഉപ്പും കയ്പും എന്ന് യാമിനി ചോദിക്കുമ്പോൾ അംബിക പറയാം, ഉപ്പും എരിവും ഉള്ളത് കൊണ്ട് തന്നെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ വേണ്ട ഇവർ പറയട്ടെ എന്ന് പറയുമ്പോൾ പ്രതാപൻ പറയാം, അങ്ങ് വിട്ടേരെ ചേച്ചി, ചില സമയത്ത് എപ്പോഴും എല്ലാം നന്നായിട്ട് വരണമെന്നൊന്നും ഇല്ലല്ലോ. അതിന് ഞാനിതൊന്ന് പറഞ്ഞെന്നല്ലേ ഉള്ളു പ്രതാപ, അതിനെന്തിനാ ഇവിടെ ഇത്ര ദേഷ്യം കാണിക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്? കുറച്ച് ധൈര്യമൊക്കെ കാണിച്ചുകൊണ്ട് യാമിനി പറയാ, ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങളാ, ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരി നിങ്ങൾ ഒറ്റയൊരുത്തിയാ. യാമിനി അങ്ങനെ പറഞ്ഞതും അംബിക ചാടി എഴുന്നേക്കുവാണ് ദേഷ്യത്തോടെ. എടി മര്യാദയ്ക്ക് സംസാരിക്കണം, നീ എൻ്റെ ആങ്ങളുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് എപ്പോഴും ഞാനങ്ങ് ക്ഷമിച്ചെന്ന് വരത്തില്ല. ആ പരിഗണന ഞാനങ്ങ് വിട്ടുകളയും. പ്രതാപൻ ചോദിക്കുക, എന്താ ചേച്ചി ഇത്? ആരെങ്കിലും ഒരാളങ്ങ് ക്ഷമിക്കുക. അപ്പോൾ അംബിക പറയാം, ഇവള് പറയുന്ന അഹങ്കാരങ്ങളൊക്കെ കേട്ടില്ലേ പ്രതാപ നീ? അപ്പോൾ അതിനുള്ള മറുപടി പറയണ്ട ഞാൻ. അപ്പോൾ യാമിനി പറയും, എനിക്കും നിങ്ങളെക്കുറിച്ച് പറയാനുണ്ട്, അതെനിക്ക് പ്രതാപേട്ടൻ കേക്കെയാണ് പറയാനുള്ളത്. അത് കേട്ട് ശേഖരനാകെ വിഷമിക്കുക. അടങ്ങി നിൽക്കുക യാമിനി, ചേട്ടൻ ഇവിടെ ഇരിക്കുന്നത് നീ കണ്ടില്ലേ? അപ്പോൾ പ്രതാപൻ പറയാം, യാമിനി വളരെ ശാന്ത സ്വഭാവക്കാരിയായിരുന്നല്ലോ, എന്താ ഇപ്പം ഇങ്ങനെ? അപ്പോൾ യാമിനി പറയുക, പ്രതാപേട്ട എനിക്കെല്ലാം പറയണം, എല്ലാ കാര്യങ്ങളും എനിക്ക് തുറന്നു പറയണം. ശേഖരനാകെ വിഷമത്തോടെ യാമിനിയെ ഇങ്ങനെ വിളിക്കുക. ഇല്ല, ഇനിയെങ്കിലും ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ഈ കുടുംബത്തോട് ഞാൻ ചെയ്യുന്നൊരു വലിയ ദ്രോഹമാത്, അതുകൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റൂ. അംബിക ദേഷ്യത്തോടെ ചോദിക്കുക, എന്താണ് നിനക്ക് ഇത്ര പറയാനുള്ളത്? ഈ ഇരിക്കുന്ന രണ്ടുപേരും എൻ്റെ കൂടപ്പിറപ്പുകളാ. നീ എന്തൊക്കെ കള്ളത്തരങ്ങൾ വിളിച്ച് പറഞ്ഞാലും ഇവരാരും അത് വിശ്വസിക്കത്തില്ല. വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എല്ലാവരെയും ഇവർ കൊല്ലും. ഇവരാരെയും കൊല്ലാൻ മടിക്കത്തില്ല, ഇവർ ദുഷ്ടത്തിയാണ് എന്നൊക്കെ ഇങ്ങനെ യാമിനി പറയുക. അത് കേട്ട് അംബിക ഒന്ന് ഭയക്കുന്നുണ്ട്. ദീപക്കും ഇങ്ങനെ വെപ്രാളം പിടിച്ചിരിക്കുവാണ്. ദേ അമ്മായി എന്നും പറഞ്ഞ് അവൻ ചാടി എഴുന്നേക്കുന്നുണ്ട്. അപ്പോൾ യാമിനി പറ, നീ പോടാ അവിടുന്ന്. ദാണ്ട പ്രതാപേട്ട, ഇവനും ഇവൻ്റെ ദുഷ്ടത്തിയായ അമ്മയും ചേർന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത്. അമ്മയെ കൊല്ലാൻ സൂര്യമംഗലത്തോട്ട് ആളെ അയച്ചതാണ്ട് ഇവരാണ്, ഇവർ തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ദീപക്കും അംബിക ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. അത് കേട്ട് ഞെട്ടി സംശയത്തോടെ പ്രതാപൻ ഇങ്ങനെ അംബികയും മകനെയും നോക്കുവാണ്. എന്നിട്ട് യാമിനി വീണ്ടും പറയുന്നു, നമ്മുടെ രാജുവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് ഇവരാണ്, ഈ ദുഷ്ടത്തി ഞാൻ കേട്ടതാണ്, ഇവരേതോ കൊട്ടേഷൻകാരോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ എന്നൊക്കെ ഇങ്ങനെ യാമിനി പറയുമ്പോൾ അംബിക ഇങ്ങനെ ഞെട്ടി എടി എന്നൊക്കെ പറഞ്ഞ് ദേഷിക്കുന്നുണ്ട്. ഇവരൊരു കൊലപാതകിയാണ്, കൊലപാതകി. അംബിക പറഞ്ഞു, എടി നിന്നെ ഞാനുണ്ടല്ലോ, എന്താ ഞാൻ പറഞ്ഞ സത്യമാ, നിങ്ങൾ കൊലപാതകി തന്നെ. പ്രതാപേട്ട, ഇവരെ നിങ്ങൾ വിശ്വസിക്കരുത്, ഇവർ കൊല്ലും, ഇവർ നമ്മളെ എല്ലാവരെയും കൊല്ലും. പ്രതാപ മോനെ, നിങ്ങളാരും ഇവള് പറയുന്നതൊന്നും വിശ്വസിക്കല്ലേ, ഇവളീ പറയുന്നതൊക്കെ കള്ളവാ എന്ന് പറയുമ്പോൾ പ്രതാപൻ ഇങ്ങനെ ഞെട്ടിയിട്ട് ചേച്ചി എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. ഈ സമയം പ്രതാപൻ്റെ ഫോണിലോട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും കോൾ വരുന്നുണ്ട്. പ്രതാപൻ പറയുന്നു, പോലീസ് സ്റ്റേഷനിൽ നിന്നാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ അംബികയും ദീപക്കും ഇങ്ങനെ മുഖത്തോടെ മുഖം നോക്കി ഞെട്ടി നിൽക്കുവാണ്. ഇപ്പോൾ സത്യമെല്ലാം അറിയാൻ പ്രതാപേട്ട, ആ ഗുണ്ട ഇടിയൊക്കെ കൊണ്ടപ്പോഴുള്ള സത്യമൊക്കെ തുറന്ന് പറഞ്ഞു കാണും എന്നൊക്കെ ഇങ്ങനെ യാമിനി പറയുവാണ്. ഇതൊക്കെ കേട്ട് അംബികയും ദീപക്കും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. എല്ലാ കള്ളത്തരയും ഇപ്പോൾ പൊളിയുമല്ലോ എന്നിങ്ങനെ ഭയന്ന് വിറച്ച് നിൽക്കുവാണ്. അവൻ സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞു സാറേ എന്നും പറഞ്ഞ് SI പറയുന്നുണ്ട്. സൂര്യമംഗലത്ത് അവൻ പോയത് ആരെയും കൊല്ലാനല്ല, മോഷ്ടിക്കാൻ വേണ്ടിയായിരുന്നു. മുഖംമൂടി ധരിച്ചാണ് അവൻ പോയതെങ്കിലും അവനെ രാജു തിരിച്ചറിഞ്ഞിരുന്നു. ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് അവൻ രാജുവിനെ കൊല്ലാനൊരുങ്ങിയതെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവൻ സത്യമെല്ലാം സമ്മതിച്ച് എന്നിങ്ങനെ പ്രതാപനോട് പറയുക. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോട് പ്രതാപനെ തന്നെ നോക്കിയിരിക്കുക, പ്രതാപൻ എന്താ പറയാൻ പോകുന്നത്. അപ്പോൾ പ്രതാപൻ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയാം. തറവാട്ടിലന്ന് കയറിയത് ഇവൻ തന്നെയാണ്. അത് കേൾക്കുമ്പോൾ അംബികയും മകനും ഞെട്ടുന്നുണ്ട്. അവനവിടെ കയറിയത് ആരെയും കൊല്ലാൻ വേണ്ടിയല്ല, അവിടെ മോഷ്ടിക്കാനായിരുന്നെന്ന്. അപ്പോൾ മുഖംമൂടി ധരിച്ചാണല്ലോ അവനവിടെ ചെന്നത്. രാജു അവനെ കണ്ടതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയാ അവൻ കൊല്ലാനൊരുങ്ങിയെന്നാണ് പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോഴാണ് അംബികയ്ക്കും മോനും ശ്വാസം വീണ പോലെ ഇങ്ങനെ നിൽക്കുന്നത്.
പെട്ടെന്ന് അംബിക പറയാ, വേണ്ട കേട്ടല്ലോ, സത്യം എന്താണെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇവൾ എന്തൊക്കെ മര്യാദകേടുകളാണ് വിളിച്ചു പറഞ്ഞ്, അതിനൊക്കെ ഞാൻ എന്താ ഇപ്പം പറയേണ്ടത്? യാമിനി പറയുക, ഞാൻ പറഞ്ഞത് സത്യം തന്നെ, ഇവർ കൊലപാതകിയാ, ദുഷ്ടയാ, നിങ്ങളെ കൊല്ലും ഞാൻ എന്നും പറഞ്ഞ് പെട്ടെന്ന് യാമിനി സമനില തെറ്റിയവളെ പോലെ അംബികയുടെ കഴുത്തിനെ പിടിച്ച് ഞെക്കുന്നുണ്ട്. എല്ലാവരും ഇത് കണ്ടിങ്ങനെ ഭയന്ന് നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അംബികയുടെ മോൻ്റെ കള്ളത്തരങ്ങൾ പൊളിയും. യാമിനിയെ മനസ്സിലാക്കുന്നവരോടുണ്ടല്ലോ, യാമിനി എല്ലാ സത്യവും തുറന്നു പറയും. അതുമാത്രമല്ല, ജയനും കണ്ടിരുന്നല്ലോ ആ കാഴ്ച. ഇനി ജയനും ആ സത്യമൊക്കെ രാജുവിനോടും ഹൃതിയോടും പറയും. അങ്ങനെ അംബികയുടെ ഓരോ കള്ളത്തരങ്ങളുടെ ചുരുളഴിയും എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.